ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെട്ടെന്നൊരു കേക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുന്നതിന് വ്യത്യാസമായിട്ട് കുറച്ചും കൂടി ഒരു ഫ്ലഫി ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് അധികം തണുപ്പില്ലാത്ത 2 മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം മാത്രം നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫാക്കി എടുക്കണം. അത്യാവശ്യം ഇതുപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം കേട്ടോ. എഗ് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മുട്ട മഞ്ഞയും വെള്ളയും മാറ്റിയെടുക്കുന്ന സമയത്ത് മഞ്ഞയുടെ അംശത്തിൽ പെടാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ പാത്രം താഴെ ഇങ്ങനെ കമഴ്ത്തി വെക്കുന്ന സമയത്ത് താഴേക്ക് വീഴാത്ത രീതിയിൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ മുട്ടയുടെ വൈറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. ഇനി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം നമ്മൾ 3 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളൂ. അത് കറക്റ്റ് അളവായിരിക്കും, കൂടുതൽ വേണ്ട. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക, തണുപ്പില്ലാത്ത പാല്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഇത്തിരി വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ബീറ്റർ വെച്ചിട്ട് ബീറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് മിക്സായി വരുന്ന സമയത്തിന് ഇതിലേക്കുള്ള മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 കപ്പ് മൈദ മതി, കൂടുതൽ വേണ്ട. നമ്മൾ 2 മുട്ട എടുത്തിട്ടുള്ളൂ, ഇതിനധികം കട്ടി വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അതുകൂടി ഇട്ട് കൊടുക്കുക. പാൽപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചിട്ട് നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ കട്ടൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കുക. പെട്ടെന്ന് ഫാസ്റ്റാക്കി ചെയ്യേണ്ട. എഗ് വൈറ്റ് എല്ലാ ഭാഗത്തേക്കും എത്തും വേണം, എന്നാൽ അത് കൂടുതൽ ഇങ്ങനെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ആക്കി എടുത്താൽ മതി. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് എഗ് വൈറ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മഞ്ഞ് കട്ട പോലെ ഇങ്ങനെ ഇച്ചിരി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റായി കിട്ടുള്ളൂ. അതിലേക്ക് പാകത്തിനുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൻ എത്ര 2 ഒഴിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. എങ്ങനെയാണോ സൈസ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് ഒരു ഇത്തിരി വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു ആവിയിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സ്റ്റീം നന്നായിട്ട് കിട്ടാൻ വേണ്ടി. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, 1 ടീസ്പൂൺ വെള്ളം മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വളരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റ് ഒന്ന് ബേക്കാവുന്ന പോലെ ആക്കിയെടുക്കാം. ഒരു 1 മിനിറ്റ് 1-2 മിനിറ്റൊക്കെ മതിയാവും. ഇതുപോലത്തെ ചെറുതാണെങ്കിൽ കുറച്ച് സമയം മതി കേട്ടോ. നോക്കി നോക്കുക. തുറന്ന് നോക്കുമ്പോൾ മേലെ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. മുഴുവനായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ അടിഭാഗം ആകെ കുറച്ചുകൂടെ ഒന്ന് കളർ മാറിപ്പോട്ടെ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടാനൊരു 1 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ പെട്ടെന്ന് ഒന്നും ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ പാൻ കേക്കൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കുക. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പം ഈ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് ചെറിയ അളവിലല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് കുറച്ചുകൂടി ഒരു കട്ടിയിലൊരു കേക്ക് പോലെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലും കൂടെ ചെയ്യാം. അലുമിനിയം ഫോയിൽ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുത്താൽ നന്നായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് 2-3 ഭാഗമായിട്ടൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇത് റൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലർ ചെയ്തെടുത്താണ്ട്, ഒരുപാട് വീതിയൊന്നും വേണ്ട, ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പാനിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ആയിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്കിങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചുകൂടി എളുപ്പം എപ്പോഴും ആദ്യം ചെയ്ത പോലെ കോരി ഒഴിക്കാനായിരിക്കും കേട്ടോ. ഇത് വെന്ത് കിട്ടാനൊക്കെ കുറച്ചൊരു സമയം എടുക്കും. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 2 തവി മാവ് എന്തായാലും വേണ്ടി വരും. ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ തീ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിഭാഗം കരിയും ചെയ്യും, ഉള്ളിലേക്ക് വേവെത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കട്ടിയുള്ള കേക്ക് കഴിക്കണമെങ്കിൽ. ഇങ്ങനെ മാവ് ഒഴിച്ചതിന് ശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് വെള്ളം, പച്ചവെള്ളമാണ് കേട്ടോ, 2 സൈഡിൽ ഒരു 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക.
ഇത് കറക്റ്റ് വെന്ത് വരാനായിട്ട് ആദ്യം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് എന്തായാലും നോക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് മേൽഭാഗം അത്യാവശ്യം ഒന്ന് വേവായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് കൂടി വേണ്ടി വരും. കാരണം മാവ് കുറച്ച് കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് വെന്ത് വരാൻ. നമ്മളിത് പാൻ കുറച്ച് ചൂട് കൂടി പോയതുകൊണ്ട് സൈഡ് ഇത്തിരി കളർ മാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് നോക്കി ചെയ്താൽ മതി കേട്ടോ, കൂടുതൽ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇതുപോലെ കറക്റ്റ് വേവാവുന്ന സമയത്ത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിങ്ങനെ സൈഡിൽ ആദ്യം കൊടുത്തിട്ടുള്ള അലുമിനിയം ഫോയിൽ പേപ്പർ അങ്ങ് കളയുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഉഷാറൻ കേക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കേക്ക് ടിന്നൊന്നും കയ്യിലില്ലാത്തപ്പോൾ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കൊക്കെ പോലെ തന്നെ ഉണ്ടാവും മുറിച്ച് കഴിക്കുന്ന സമയത്ത്. ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ സ്ട്രോബെറിയുടെ ക്രഷ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കഷ്ണം ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ തേൻ ഒഴിച്ച് കൊടുക്കുക, നമ്മൾ സാധാരണ പാൻ കേക്കിൽ ചെയ്യുന്ന പോലെ തന്നെ. അതല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്